കഠിനംകുളം ആതിര കൊലക്കേസ് പ്രതി ജോൺസന്റെ മൊഴി പുറത്ത്. ആതിരയെ കുത്തിയത് ലൈംഗിക ബന്ധത്തിനിടെ എന്ന് ജോൺസൺ. തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായി തോന്നിയതിനാലാണ് ആതിരയെ വകവരുത്തിയതെന്നും പ്രതി മാജിസ്ട്രേറ്റിന് മൊഴി നൽകി. വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച ജോൺസൺ ചികിത്സയിൽ തുടരുകയാണ്. ഗോകുൽ രമേശിന്റെ വിശദാംശങ്ങളുമായി. ഗോകുൽ, അതീവ ഗുരുതരമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് മൊഴിയുടെ വിശദാംശങ്ങൾ? ആതിര നിലവിൽ ഇന്നലെ വൈകിട്ടാണ് കഠിനംകുളം കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ജോൺസൺ ഔസേപ്പിനെ കോട്ടയത്ത് വെച്ച് പിടികൂടുന്നത്. ചിങ്ങവനം പോലീസാണ് കുറിച്ചിയിലെ വീട്ടിൽ നിന്നും ഇയാളെ പിടികൂടിയത്. ഇയാൾ ഈ വീട്ടിൽ ഹോം നേഴ്സായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു. തുടർന്ന് ഇന്നലെ അയാൾ ആ വീട്ടിലേക്ക് തൻ്റെ വസ്ത്രങ്ങൾ എടുക്കാൻ വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആ വീട്ടുകാർ തന്നെ പോലീസിൽ വിവരം അറിയിച്ച് ഇയാളെ കുടുക്കിയത്. തുടർന്ന് ചിങ്ങവനം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി അപ്പോൾ പോലീസിന് മൊഴി നൽകിയതനുസരിച്ച് അയാൾ എലിവിഷം കഴിച്ച് മരിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു, ഉള്ളിൽ വിഷമുണ്ട് എന്ന രീതിയിൽ മൊഴി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പ്രതിയെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് 48 മണിക്കൂർ അയാളെ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് മജിസ്ട്രേറ്റ് എത്തി തുടർ നടപടികൾ, ആശുപത്രിയിൽ നേരിട്ട് മജിസ്ട്രേറ്റ് എത്തി തുടർ നടപടികൾ, അറസ്റ്റിൻ്റെ അടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു. മജിസ്ട്രേറ്റും വിശദമായിട്ടുള്ള മൊഴി ഈ കേസിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രകാരം ഈ ജോൺസൺ മജിസ്ട്രേറ്റിനോടും പോലീസിനോടും പറഞ്ഞിരിക്കുന്ന മൊഴിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 21-ാം തീയതി ആതിരയെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലെത്തി കൊലപ്പെടുത്തിയതിന് പിന്നിൽ താനും ആതിരയും തമ്മിൽ ബന്ധത്തിലായിരുന്നു, അല്ലെങ്കിൽ ഇഷ്ടത്തിലായിരുന്നു. താൻ ഇറങ്ങി വരാൻ പറഞ്ഞു, പക്ഷേ അത് ആതിര വിസമ്മതിച്ചതിനെ തുടർന്നാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തനിക്ക് എത്തേണ്ടി വന്നത് എന്നുള്ള പ്രതികരണമാണ് പ്രധാനമായിട്ടും ഈ ജോൺസൺ മജിസ്ട്രേറ്റിനും ഒപ്പം പോലീസിനും മുന്നിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ ആതിരയെ കൊലപ്പെടുത്തിയത് ആതിരയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയിലായിരുന്നു എന്ന രീതിയിലുള്ള മൊഴിയും നൽകുകയുണ്ടായിട്ടുണ്ട്. മുൻകൂട്ടി തന്നെ ആതിരയെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജോൺസൺ അവിടെ എത്തിയത്, ആതിരയുടെ വീട്ടിലെത്തിയത് എന്നുള്ള വിവരം പോലീസും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കത്തിയടക്കം മുൻകൂർ കരുതിക്കൊണ്ടാണ് ആതിരയുടെ വീട്ടിലേക്ക് ജോൺസൺ എത്തിയത്. തുടർന്ന് ആതിരയുടെ ഭർത്താവ് അവിടെ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അയാൾ രാവിലെ പൂജയ്ക്ക് പോയതിനു ശേഷം ആതിരയുടെ 6 വയസ്സുള്ള മകൻ സ്കൂളിൽ പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ ജോൺസൺ ആ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് ഈ കൊലപാതകം നടത്തുകയും ചെയ്തത്. ആതിര കാണാതെ ഈ കട്ടിലിനടിയിൽ കത്തി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയ്ക്ക് ആതിരയുടെ കഴുത്തിന് കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൊലപാതകത്തിന് ശേഷം ആതിരയുടെ ഭർത്താവിൻ്റെ ഷർട്ട് ധരിച്ചിട്ടാണ് അയാൾ പുറത്തേക്ക് പോയത് എന്നുള്ള വിവരങ്ങളും പോലീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് ജോൺസന്റെ ഭാഗത്തു നിന്നും പോലീസിനും മജിസ്ട്രേറ്റിനും ലഭ്യമായിട്ടുണ്ട്. കഠിനംകുളം പോലീസ് ഇന്നലെ വൈകിട്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. CI അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അറസ്റ്റ് നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ മജിസ്ട്രേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നിരുന്ന കുറിച്ചിയിലെ വീട്ടിൽ കഴിഞ്ഞ 3 മാസമായിട്ട് ജോൺസൺ എത്തുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഈ ജോൺസന്റെ ഫോട്ടോ അടക്കം TV-യിൽ കണ്ട് സംശയം തോന്നിയ ആ വീട്ടുകാർ ഇന്നലെ വൈകിട്ട് ജോൺസൺ 3 മണിയോടുകൂടി ആ വീട്ടിലെത്തിയിരിക്കുകയായിരുന്നു. തൻ്റെ വസ്ത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ സമയം കൃത്യമായിട്ട് ആ വീട്ടുകാർ ചിങ്ങവനം പോലീസിൽ വിവരം അറിയിച്ചു. അതിനെ തുടർന്ന് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തിക്കൊണ്ട് ബലം പ്രയോഗിച്ച് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും ഈ ആശുപത്രിയിൽ നിലവിൽ ICU-ൽ നിന്നും ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഇയാളെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് 24 മണിക്കൂറുകൾ കൂടി അയാളെ ഒബ്സർവേഷനിൽ വെക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രതിയെ കഠിനംകുളത്തേക്ക് കൊണ്ടുപോയിട്ടായിരിക്കും തെളിവെടുപ്പടക്കമുള്ള തുടർ നടപടികൾ പോലീസ് എടുക്കുന്നുണ്ടാവുക. ആതിര, ഗോകുൽ, അതായത് കൃത്യമായി ആസൂത്രണം ചെയ്ത് തന്നെ നടപ്പിലാക്കിയ കൊലപാതകമാണ് എന്നുള്ളതാണ് പ്രതി പറയുന്നത്, അല്ലേ? അത്തരത്തിലാണെങ്കിൽ ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലോടക്കം ഈ പ്രതി സഹകരിക്കുന്നുണ്ടോ? നിലവിൽ ഇന്നലെ വൈകിട്ട് മജിസ്ട്രേറ്റും പോലീസും അടക്കം ഒരുമിച്ചിരുന്നാണ് മൊഴിയെടുത്തത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജോൺസൺ വെളിപ്പെടുത്തുകയുണ്ടായത്. അതായത് താനും ആതിരയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യേണ്ടി വന്നതെന്നും ആതിരയുടെ ഭർത്താവിൻ്റെ ഷർട്ട് ധരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോയത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പോലീസിൻ്റെയും മജിസ്ട്രേറ്റിൻ്റെയും മുന്നിൽ ഇയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം നിലവിൽ ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വിശദമായിട്ടുള്ളൊരു മൊഴിയെടുപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് ജോൺസന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടില്ല. അതൊരു പക്ഷേ ആശുപത്രിയിൽ നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിന് ശേഷമായിരിക്കും വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുന്നുണ്ടാവുക. അപ്പോൾ മാത്രമേ കൂടുതൽ വിവരങ്ങൾ, ഇവർ എത്ര നാളായി ബന്ധത്തിലായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ പരിചയപ്പെടുകയുണ്ടായത്. ഇൻസ്റ്റഗ്രാം റീൽസുകൾ അയച്ചു നൽകിയാണ് ബന്ധം കൂടുതൽ ദൃഢമാക്കിയത്. അതിനുശേഷം ഇരുവരും തമ്മിൽ അടുപ്പത്തിലായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ ആതിരയെ അല്ലെങ്കിൽ ആതിരയെ
തന്നോടൊപ്പം വരണം എന്നുള്ള ആവശ്യം ജോൺസൺ ഉന്നയിക്കുകയും പക്ഷേ ഭർത്താവും ഒരു കുട്ടിയുമുണ്ട് ആതിരയ്ക്ക്. അതിനെ വിസമ്മതിക്കുകയും ചെയ്തതോടു കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് കടക്കാനായിട്ട് തീരുമാനിച്ചത് എന്നുള്ള മൊഴിയാണ് പ്രധാനമായിട്ടും ഈ ജോൺസൺ പോലീസിന് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആതിരയുടെ ഭർത്താവ് അടക്കം ഈ കാര്യത്തിൽ നേരത്തെ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. ആതിര ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും പലതവണ അതിൽ നിന്നും പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ആതിര ഇതിന് കൂട്ടാക്കിയിരുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ കൊലപാതകത്തിന് ശേഷം ആതിരയുടെ ഭർത്താവ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭർത്താവും കുട്ടിയും വീട്ടിലില്ലായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ജോൺസൺ ആ വെഞ്ഞാറമൂട്ടിലെ കഠിനകുളത്തെ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂര കൃത്യം നടത്തിയത്. അതിനുശേഷം അയാൾ അവിടെ നിന്നും സ്കൂട്ടറിലാണ്, അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്കൂട്ടറിലാണ് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചത്. തുടർന്ന് തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നിന്നും ആ സ്കൂട്ടർ പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും പ്രതി ട്രെയിൻ കയറിയാണ് തിരികെ കോട്ടയത്തേക്ക്, അല്ലെങ്കിൽ ആ കോട്ടയത്തിന്റെ ഭാഗങ്ങളിലേക്ക് വന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് അയാൾ കോട്ടയം ചിങ്ങവനത്തെ ആ വീട്ടിൽ എത്തിച്ചേരുന്നതുകയും തുടർന്ന് പിടിയിലാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന്റെ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് കഠിനകുളം പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടി ഒരുപക്ഷെ ജോൺസനെ മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തേക്കുമെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ കഠിനകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിനു ശേഷമായിരിക്കും കൂടുതൽ മൊഴിയെടുപ്പ് അടക്കമുള്ള വിശദമായിട്ടുള്ള തുടർ നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. അതുതന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ, മൊഴിയെടുക്കൽ, ഒപ്പം തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ. ഈ ജോൺസന്റെ ആരോഗ്യനിലയിലെ പുരോഗതി അനുസരിച്ചായിരിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.